ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 4. ഒരു മുറിയിലേക്ക് വരുമ്പോൾ ഡോറൊന്ന് നോക്കിയാണ് വരണമെന്ന് തനിക്കറിയില്ലേടോ? കൺട്രി ഫെലോസ്. മുഖമുയർത്തിക്കൊണ്ട് ഭദ്രനെ നോക്കി അവളുടെ ശബ്ദം ഉച്ചത്തിലായിരുന്നു. പാർവതിയുടെ ചോദ്യം കേട്ട് ദേഷ്യം കൊണ്ട് മൂക്ക് വിറച്ചുവെങ്കിലും പെണ്ണിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഭദ്രൻ വന്ന കാര്യം ചെയ്തു തീർത്തിട്ട് തിരിച്ചു പോകുവാനായി തുടങ്ങി. ഹലോ ഡ്രൈവർ, തന്നോടാണ് പറഞ്ഞത്, കേട്ടില്ല എന്നുണ്ടോ? പെണ്ണിൽ നിന്നും പെണ്ണിൻ്റെ വിളി ഒന്നും കൂടി കേട്ടപ്പോൾ അവൻ അവൾക്ക് നേരെയൊന്ന് തിരിഞ്ഞു നിന്നു, അതും രൂക്ഷമായി നോക്കിക്കൊണ്ട്. താനെന്താടോ എന്നെ നോക്കി പേടിപ്പിക്കുന്നോ? ഭദ്രൻ്റെ നോട്ടം ഇഷ്ടപ്പെടാത്ത രീതിയിൽ പാർവതി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവന് നേരെ ചീറി. അതെ, ഇത്രയും നേരം എൻ്റെ വിമലേച്ചിയുടെ മകളല്ലേ എന്ന് ഓർത്തുകൊണ്ട് മാത്രം ഇത്രയൊക്കെ ഷോ നീ ഇവിടെ കാണിച്ചിട്ടും ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ആ പരിഗണന എന്നിൽ നിന്നും കിട്ടുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അവൻ്റെ അരിശത്തോടെയുള്ള ഒച്ച ആ മുറിക്കുള്ളിൽ മുഴങ്ങിക്കേട്ടതും പെണ്ണൊരടി പിന്നിലേക്ക് നീങ്ങി. കാരണം അവൻ്റെ തീഷ്ണതയുള്ള കണ്ണുകളും വലിപ്പമുള്ള ആ ബലിഷ്ഠമായ ശരീരവും അവളെയൊന്ന് പേടിപ്പെടുത്തിയെന്ന് സാരം. പാർവതിയുടെ കണ്ണുകളിൽ ഭദ്രനോടുള്ള പക ഒന്നും കൂടി ആളിക്കത്തി. പിന്നെ നീ എന്തോ ഒരു വർത്താനം പറഞ്ഞല്ലോ എന്നോട്, കൺട്രി ഫെലോ എന്ന്. അത് നീ നിൻ്റെ അച്ഛനെ പോയി വിളിക്കടി കോപ്പേ. ഉറച്ച ശബ്ദത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും തിരിഞ്ഞു നടന്നവൻ വാതിലിനരികിൽ വരെ ചെന്നപ്പോഴേക്കും ഭദ്രനൊന്ന് നിന്നു. ശേഷം വീണ്ടും എന്തോ ആലോചിച്ചുകൊണ്ട് പാറുവിനരികിലേക്ക് ചെന്നു. നീ കുറേ നേരമായല്ലോ എന്നെ ഡ്രൈവർ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. അതെന്താ, പാർവതി രാജീവൻ്റെ കണ്ണിൽ ഡ്രൈവർമാരാരും മനുഷ്യന്മാരല്ലേ? വായി തോന്നിയത് എന്തും വിളിച്ചു കൂവാൻ ഇത് നിൻ്റെ ഹൈദരാബാദല്ല. നിൻ്റെ അഹങ്കാരമൊക്കെ കുറച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ കൊള്ളാവുന്ന ചെക്കന്മാരുടെ കയ്യിലെ ചൂടറിയും നീ. അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭദ്രനൊന്ന് ചെറഞ്ഞവളെ. പാർവതിക്കൊരു നിമിഷം അവനെ ചുട്ടു ചാമ്പലാക്കുവാനുള്ള ദേഷ്യം തോന്നിപ്പോയി. അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ തൻ്റെ വീട്ടിൽ കയറുവെന്ന് മര്യാദയ്ക്കിവിടെ കഴിഞ്ഞോണം എന്ന് തന്നോട് പറയുവാൻ ഇവൻ ആരാണ്? കുഞ്ഞിലെ എപ്പോഴോ നാട്ടിൽ വന്നപ്പോൾ എവിടെയോ കണ്ട ഓർമ്മയുണ്ടെന്നല്ലാതെ ഇയാളെ തനിക്ക് അറിയുക പോലുമില്ല. അവൾക്ക് അയാളെ എതിർത്ത് സംസാരിക്കണമെന്ന് തോന്നി. വായിൽ തോന്നിയത് മുഴുവനും വിളിച്ചു കൂവണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. പക്ഷേ മമ്മ കേൾക്കും. മമ്മയെ സങ്കടപ്പെടുത്താൻ തനിക്കാവില്ല. കേട്ടിടത്തോളം തൻ്റെ മമ്മയ്ക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് ഇയാൾ. ഒന്നാമതേ എല്ലാവരുടെയും വിട്ടു പിരിയേണ്ടി വരുന്നതിൻ്റെ സങ്കടം ഒരു വശത്ത്. കുഞ്ഞിലെ തൊട്ടേ കൂടെയുള്ള കൂട്ടുകാരുടെ മെസ്സേജുകളും കാളുകളും കണ്ട് ഫോൺ നിറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് രോഹിത്തിൻ്റെ വിഷമം കാണുമ്പോഴും. അതിനിടയിലാണ് ഈ കാലമാടൻ്റെ ഒരു പ്രഹസനം. അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കലങ്ങി. സ്വതവേയുള്ള പെണ്ണിൻ്റെ വെളുത്ത മുഖം ചോര തൊട്ടെടുക്കാൻ പറ്റിയ വിധത്തിൽ ചുവന്നു. അപ്പോൾ കാണാം. അവളുടെ കുഞ്ഞുമുഖത്തിന് നേരെ നോക്കി പല്ലി ഞെരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞവൻ ഭദ്രൻ പോയ വഴിയെ നോക്കി അവളെ തളർത്തുവാനുള്ള വഴികൾ തേടുകയായിരുന്നു അവളപ്പോൾ. മോൾക്ക് കറിയൊന്നും ഇഷ്ടായി കാണില്ല. നാരായണിയമ്മയുടെ സങ്കടം പറച്ചിൽ കേട്ട് പാറു അവർക്ക് നേരെ മുഖമുയർത്തി നോക്കി. പാത്രമ്പിൽ വിളമ്പി തന്നിരിക്കുന്ന ചോറ് കുറച്ചു പോലും താൻ കഴിച്ചിട്ടില്ല എന്ന കാര്യം അപ്പോഴാണ് അവൾ ഓർത്തത്. ഇഷ്ടപ്പെടാഴിക കൊണ്ടല്ല, അത് മനസ്സിന് സുഖമില്ലാഞ്ഞിട്ടാണ് എന്ന് അമ്മൂമ്മയോട് പറയുവാൻ അവൾ ഒട്ടും താല്പര്യപ്പെട്ടില്ല താനും. അവൾക്ക് അവിടം വിട്ടു പോകുന്നതിൽ നല്ല സങ്കടമുണ്ട്. ജനിച്ചു വളർന്ന നാടല്ലേ, പിന്നെ കൂട്ടുകാരെയൊക്കെ പിരിഞ്ഞതിൻ്റെ വിഷമം കാണും. പാർവതിക്കെതിരായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിമല മകളുടെ നൊമ്പരം അറിഞ്ഞെന്ന വണ്ണം എല്ലാവരോടുമായി പതിയെ പറഞ്ഞു. എന്ന് പറഞ്ഞ എങ്ങനെയാ പാറു, സങ്കടമൊക്കെ കുറച്ചു നാളത്തേക്കുണ്ടാവും. നീ നിൻ്റെ മമ്മിയൊന്ന് നോക്കിക്കേ. അവളോളം വിഷമങ്ങളൊന്നും ആർക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കാൻ ഇവിടെ പറ്റത്തില്ല. ഡൈനിങ് ടേബിളിൻ്റെ ഒരു വശത്തായി ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ ഇത്തിരി ഗൗരവത്തോടെ തന്നെ പാർവതിയെ നോക്കി പറഞ്ഞു. ഞാൻ കഴിച്ചോളാം അപ്പൂപ്പ. അവൾ വീണ്ടും പാത്രത്തിലേക്ക് മുഖം കുനിച്ചു. കൃഷ്ണനെ പണ്ട് തൊട്ടേ അവക്കിത്തിരി പേടിയാണ്.
അടുത്തിടപെട്ടിട്ടുമില്ല. നാട്ടിലേക്ക് വല്ലപ്പോഴും വരുമ്പോൾ ആകപ്പാടെ മിണ്ടുന്നത് നാരായണിയമ്മയോട് മാത്രമാണ്. മോൾക്കിഷ്ടമുള്ളതൊക്കെ നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണം വിമലെ. മംഗലശ്ശേരിയിലെ ആകപ്പാടെയുള്ളൊരു കൊച്ചുമോള. അവൾക്കൊരു കാര്യത്തിലും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവരുത്. നാരായണി ഇത്തിരി കർശനമായിട്ട് പറഞ്ഞതും വിമല തലയാട്ടിക്കൊണ്ട് അത് സമ്മതിക്കുകയും ചെയ്തു. മുൻപിലിരിക്കുന്ന ആഹാരം എങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് അവൾ എഴുന്നേറ്റു. കൈ കഴുകിയതിന് ശേഷം അവിടെ ഇരിക്കുന്ന ആരെയും നോക്കാതെ മുകളിലുള്ള മുറിയിലേക്ക് വേഗം തന്നെ കയറിപ്പോയി. കൃഷ്ണേട്ടാ, അവൾ കുഞ്ഞാണ്. എല്ലാവരോടും പറയുന്നത് പോലെ മുഖം നോക്കാതെയുള്ള വർത്താനം അവളോട് വേണ്ട. ഒന്നാമതേ ആ കുട്ടിക്ക് ഈ നാടൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. നമ്മളതൊക്കെ നോക്കിയും കണ്ടും വേണം അവളോട് പെരുമാറുവാൻ. പാർവതി അവിടെ നിന്നും പോയെന്നുറപ്പായതും നാരായണി ഭർത്താവിനെ താക്കീത് ചെയ്തു. അയാളൊന്നും മൂളിയതല്ലാതെ മറ്റൊന്ന് കഴിപ്പിലാണ് ശ്രദ്ധയെങ്കിലും ഭദ്രൻ ഇത്തിരി മുൻപ് അവളോട് പറഞ്ഞ കാര്യങ്ങൾ കൃഷ്ണൻ്റെ ഉള്ളിൽ കിടന്ന് തികട്ടി. അവനൊരു കാര്യവുമില്ലാതെ അങ്ങനെ പറയുന്ന സ്വഭാവക്കാരനല്ല. അതും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി. എന്തായിരിക്കും കാരണം? അയാൾ കണ്ണുകളൊന്ന് കുറുക്കിക്കൊണ്ട് ചിന്തിച്ചു. നോക്കാം, ചിലപ്പോൾ ഈ നാട് പിടിക്കാത്തതിൻ്റെ പൊരുത്തക്കേടുകളാവാം. അയാൾ മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. ലക്ഷ്മിയമ്മേ. വിമലയുടെ വിളി കേട്ടിട്ടാണ് അവർ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിയിൽ നിർത്തിവെച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത്. വിമലേ, മോളെ. ലക്ഷ്മി നനഞ്ഞ കൈ നേരിയതിൻ്റെ തുമ്പിൽ തുടച്ചിട്ട് അവൾക്ക് നേരെ പാഞ്ഞു. കണ്ണുകളിൽ നീര് പൊടിഞ്ഞിരുന്നവരുടെ. സുഖാണോ ലക്ഷ്മിക്കുട്ടിക്ക്? മുഖത്തൊരു ചിരിയുടെ ആവരണം അണിഞ്ഞുകൊണ്ടാണ് വിമല സംസാരിക്കാൻ തുടങ്ങിയത്. എങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നടി നീ? അവളുടെ അവസ്ഥ കണ്ട ലക്ഷ്മിക്ക് സഹിക്കാനായില്ല. ജീവിക്കണ്ടേ ലക്ഷ്മിക്കുട്ടി, ഇവക്ക് വേണ്ടിയെങ്കിലും. പിന്നിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിമല പറഞ്ഞപ്പോഴാണ് ലക്ഷ്മിയുടെ കണ്ണുകളും അങ്ങോട്ടേക്ക് പാഞ്ഞത്. മുട്ടിന് താഴെ വരെ നീളമുള്ള ക്രീം കളർ കോട്ടൺ ഫ്രോക്കും ഇട്ടുകൊണ്ട് നിൽക്കുന്ന കുട്ടിത്തം വിട്ടുമാറാത്ത മുഖമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി. അടുക്കളയിലെ മറ്റും കാര്യങ്ങളുമൊക്കെ വല്ലാത്തൊരു അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ് പെണ്ണ്. പാറു അല്ലേ അത്? ആകാംക്ഷയോടെ ലക്ഷ്മി ചോദിച്ചു. അതെ. വിമലയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. മോൾക്ക് അമ്മയെ മനസ്സിലായോ? അവരതീവ സ്നേഹത്തോടെ അവളുടെ അരികിലേക്ക് ചെന്ന് പാർവതിയെ ചേർത്ത് പിടിച്ചു. ഇല്ല, പാർവതി വല്ലായ്മയോടെ പറഞ്ഞു. മോളുടെ അമ്മയുടെ ലക്ഷ്മിയമ്മയാ ഞാൻ. അവർ വാത്സല്യത്തോടെ നെറുകയിൽ തലോടിയപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. അത്രമാത്രം. കുഞ്ഞിലെ ഇത്രയുള്ളപ്പോൾ കണ്ടതാ ഞാൻ. ഇപ്പോൾ വലിയ കുട്ടിയായി. പണ്ടത്തെ ആ മുഖഷേപ്പൊക്കെ അങ്ങ് മാറി കേട്ടോ. അതാ ലക്ഷ്മിയമ്മയ്ക്ക് അങ്ങ് മനസ്സിലാവാഞ്ഞേ. കൈപ്പത്തി താഴ്ത്തി കാട്ടി ആംഗ്യം കാട്ടിക്കൊണ്ട് വല്ലാത്തൊരിഷ്ടത്തോടെ അവളെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നവർ. ഇരിക്കു വിമലെ, നിങ്ങളെ കണ്ട സന്തോഷത്തിൽ എന്താ ചെയ്യേണ്ടെന്നറിയാതെ ആയിപ്പോയി. കുടിക്കാൻ എന്താ എടുക്കേണ്ടേ? ചായയോ അതോ കാപ്പിയോ? മോളിതൊക്കെ കുടിക്കുവോ? മോൾക്ക് വേണ്ടത് എന്താച്ചാ ലക്ഷ്മിയമ്മ വേഗം ഉണ്ടാക്കി തരാവേ. പൊടുന്നനെ പാറുവിൽ നിന്നും അകന്നു മാറി കൈയൊന്ന് നെറ്റിയിൽ പതുങ്ങനെ അടിച്ചുകൊണ്ട് ലക്ഷ്മി വെപ്രാളത്തോടെ എന്തൊക്കെയോ തിരക്കിട്ട് ചെയ്യുവാനായി തുടങ്ങി. എൻ്റെ ലക്ഷ്മിയമ്മേ, വീട്ടിൽ നിന്നും ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒന്നും വേണ്ടാന്നേ, ഇവിടെ വന്നിരുന്നേ, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. വിമലയെ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയുടെ ഒരു സൈഡിലായി ഇട്ടിരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ ചെയറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി. അടുത്തായി കിടക്കുന്ന കസേരയിലേക്കായി അവളും ഇരിപ്പുറപ്പിച്ചു. പാറു മാത്രം അവരെയും നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിച്ചു. കഴിക്കാനും കുടിക്കാനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. ഇനി ഈ നാടും വീടും വിട്ട് വിമല എങ്ങോട്ടേക്കും ഇല്ല. അതുകൊണ്ട് ലക്ഷ്മിക്കുട്ടി പറയേ, കുറേ ആയില്ലേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട്. വിമല അങ്ങനെ പറഞ്ഞതും ലക്ഷ്മിയുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു വിങ്ങൽ പുറത്തേക്ക് തെറിച്ചു. എന്തു പറയാനാ മോളെ, ഒരു തരത്തിൽ പറഞ്ഞാൽ നീയും ഭദ്രനും ഒക്കെ ഒരേ തോണിയിലെ ആൾക്കാരാണ്. അവൻ്റെ ജീവിതം അങ്ങനെ, മോളുടേത് ഇങ്ങനെ. നിങ്ങൾ ചേച്ചിക്ക് അനിയനും ഈശ്വരൻ ഒരേ ഗതി വരുത്തിയല്ലോ. ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിമല കുഴങ്ങി.
ഇതിലിപ്പോൾ ഈശ്വരനെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോരുത്തരുടെ വിധിയല്ലേ ലക്ഷ്മിയമ്മേ അതൊക്കെ. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിമലയൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ അടുക്കളയുടെ തുറന്നിട്ട ജനലിൽ കൂടി പുറത്തേക്ക് നീണ്ടു. അവിടെ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലെ മൺകൂനയിൽ ഒരിക്കലും ഉണരാത്ത നീണ്ട നിദ്രയിലാഴുന്ന ഒരു പെൺകുട്ടിയുടെ അവ്യക്തമായ മുഖം വിമലയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. കല്യാണത്തിന് വന്നപ്പോൾ അന്നൊരു ദിവസം കണ്ട പരിചയമേ ഉണ്ടായിരുന്നെങ്കിലും ഭദ്രൻ്റെ പെണ്ണായതുകൊണ്ട് വല്ലാത്തൊരു സ്നേഹം തോന്നിയിരുന്നു ആ പെൺകുട്ടിയോട്. അടുത്ത ദിവസം തന്നെ ഹൈദരാബാദ് തിരിച്ചു പോകേണ്ടി വന്നതിനാൽ പിന്നീട് അവളോട് സംസാരിക്കാനോ അടുത്തിടപഴകാനോ ഉള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല. 2 മാസങ്ങൾക്ക് ശേഷം അമ്മയാണ് വിളിച്ചു പറഞ്ഞത് ആക്സിഡൻറ്റിൽ ആ കുട്ടി മരിച്ചെന്നും ഭദ്രൻ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണെന്നും. അന്ന് താൻ നേരാത്ത നേർച്ചകളില്ല, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല തൻ്റെ ഭദ്രൂട്ടന് വേണ്ടി. മോളെ, ലക്ഷ്മിയമ്മ കയ്യിലൊന്ന് തട്ടിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നത് തന്നെ. ഭദ്രൻ ഇനിയും ജീവിതമില്ലേ? ഇങ്ങനെ എത്ര നാളാ? അത് ചോദിക്കുമ്പോൾ വിമലയുടെ ഉള്ളിൽ അവൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു. പറഞ്ഞു ഞാൻ മടുത്തു മോളെ. എൻ്റെ കണ്ണടയുന്നതിന് മുൻപേ അവനൊരു കൂട്ടുണ്ടാവണമെന്ന് സർവ്വദൈവങ്ങളെയും വിളിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഭദ്രൻ, അവൻ ഇന്ന് നന്ദനയുടെ ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. അവരൊട്ടൊരു വിമ്മിഷ്ടത്തോടു കൂടി വിമലയെ നോക്കി. ഒരമ്മയുടെ വേദന അവിടെ അവൾക്ക് കാണുവാനായി. അവൾ മറുപടിയൊന്നും പറയാതെ ആ അമ്മയെ കേട്ടുകൊണ്ടിരുന്നു. ഭദ്രൻ്റേത് പാപജാതകമാണ് മോളെ. പാപജാതകമുള്ള പെൺകുട്ടികൾ മാത്രമേ അവന് ചേരുകയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ നന്ദന മോളെ പോലെ ഇങ്ങനെ 6 അടി മണ്ണിൽ. പറയാൻ വന്നത് മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല ലക്ഷ്മിക്ക്. അവർ ചുണ്ടുകൾ മുറുക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന തേങ്ങലുകളെ അമർത്തിപ്പിടിച്ചു. മോള് പുറത്തൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വാ. അപ്പോഴാണ് വിമല തങ്ങളുടെ സംഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ ശ്രദ്ധിച്ചത്. അവളുടെ മുഖത്തെ നൊമ്പരം മനസ്സിലാക്കിയെന്ന വണ്ണം വിമലയൊന്ന് പുഞ്ചിരിച്ചു കാട്ടി. പാർവതി ഒന്ന് തലകുലുക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അവരോട് നെടുവീർപ്പോടെ നോക്കിയിരുന്നു. ഈ അമ്മയ്ക്ക് എപ്പോഴും കരയാനേ നേരമുള്ളൂ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഓരോ പ്രശ്നങ്ങളും വാലേ വാലേ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈശ്വര. പിറുപിറുത്തുകൊണ്ട് കയ്യിലിരുന്ന ഫോണിലെ വാട്സപ്പ് മെസ്സേജ് നോക്കിക്കൊണ്ട് പാർവതി അടുക്കളയിൽ നിന്ന് നേരെ ഹാളിലേക്ക് ഇറങ്ങി. രോഹിത്തിൻ്റെ മെസ്സേജിന് മറുപടി കൊടുത്തിട്ട് ഫോൺ ലോക്ക് ചെയ്ത് ഫ്രോക്കിൻ്റെ സൈഡിലുള്ള പോക്കറ്റിലേക്ക് തിരികെ കയറ്റി വെച്ചു. തടി കൊണ്ട് തീർത്ത ആ വീടിൻ്റെ ഡിസൈനുകളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് എതിർവശത്തുള്ള മുറിയുടെ വാതിൽ അവൾ ശ്രദ്ധിച്ചത്. തടിയുടെ മുകളിലുള്ള കൊത്തുപണിയും അലങ്കാരങ്ങളും ഒട്ടൊന്നുമല്ല പാറുവിനെ ആകർഷിച്ചത്. അവൾ ഏതോ ഒരു ആവേശത്തിൽ അതിലേക്ക് പതിയെ ഒന്ന് കൈവച്ചതും ആ വാതിൽ അകത്തേക്ക് പൊടുന്നനെ തുറന്നതും ഒരുമിച്ചായിരുന്നു. പാർവതി ഒന്ന് പരിഭ്രമിച്ചു. അവൾ ഉള്ളിലേക്ക് പതിയെ തലയിട്ട് നോക്കിയെങ്കിലും അവിടെ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല അവൾക്ക്. ആരോ ഉള്ളിൽ നിന്നും തന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നിയതും ഒട്ടൊരു ഭീതിയോടെ അവൾ വലതുകാൽ അകത്തേക്ക് വെച്ചു പതിയെ. ചെമ്പകപ്പൂക്കളുടെ ഗന്ധം അനുഭവിച്ചറിയുവാൻ പാർവതിക്ക് അവിടെ കഴിഞ്ഞു. അവൾക്ക് ആരുടെയോ സാമീപ്യം ചുറ്റും അറിയുവാൻ കഴിഞ്ഞതും ഏതോ മായയിൽ അകപ്പെട്ടതുപോലെ പെണ്ണ് മുറുക്കി ചുറ്റിനും കണ്ണുകൾ വിടർത്തി നോക്കി. ഇല്ല, ഒന്നുമില്ല. പിന്നെന്താണ് തന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചത്? എവിടെ നിന്നാണ് ഇത്രയും ഗന്ധം വരുന്നത്? അപ്പോഴാണ് മുറിയുടെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ വലിയ ഫ്രെയിം ചെയ്ത ഫോട്ടോയിലേക്ക് അവളുടെ മിഴികൾ ഉടക്കിയത്. എന്തു ഭംഗിയായി ചേച്ചിയെ കാണാൻ! കണ്ണിനൊക്കെ എന്താ വലിപ്പം! കണ്ണാടിച്ചില്ലിനുള്ളിലെ നന്ദനയുടെ മനോഹരമായ മുഖമാകെ പാറുവിൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ തെന്നി നീങ്ങിയതും പെട്ടെന്നാണത് സംഭവിച്ചത്. ചില്ലെന്നൊരു ശബ്ദത്തോടെ ആ ഫോട്ടോ ഫ്രെയിം താഴേക്ക് പതിച്ചു. തറയിൽ വീണുടഞ്ഞ ചിത്രത്തിലേക്ക് നോക്കി ഭീതിയോടെ പാറു ഒരടി പിന്നിലേക്ക് വേച്ചുപോയി. തൻ്റെ തെറ്റല്ലല്ലോ. അവൾ കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുവാനായി കാലുകൾ വാതിൽക്കലേക്ക് നീക്കിയതും ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. പേടിയോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ പാർവതി കണ്ടു കുളി കഴിഞ്ഞിട്ട് നനഞ്ഞ ശരീരത്തോടെ ഒരു കാവിമുണ്ടും ചുറ്റി മുറിയിലേക്ക് വരുന്ന ഭദ്രനെ. അവളെയും ആ പൊട്ടിയ ഫോട്ടോയിലേക്ക് നോക്കിയവൻ്റെ കണ്ണുകൾ പൊടുന്നനെ ചുവന്ന് കലങ്ങുവാനായി തുടങ്ങി.
നിമിഷ നേരം കൊണ്ട് അവൻ വീരഭദ്രനായി മാറിക്കഴിഞ്ഞിരുന്നു. തന്നെ ഭസ്മമാക്കാനുള്ള തീ ആ കണ്ണുകളിൽ തെളിയുന്നത് പാറു വ്യക്തമായി കണ്ടു. അവള് വിറച്ചുകൊണ്ട് ഉമിനീരിറക്കി. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ.